ഗസയിലെ അവസാന പന്തിയുടെ അവശേഷിപ്പും കിട്ടിയതായി ഇസ്രായേൽ സൈന്യം. ഇതോടെ മേഖലയിലെ വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തെളിഞ്ഞു. ആദ്യഘട്ട വെടിനിർത്തൽ കരാറിലെ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയായതായി ഹമാസ് പ്രതികരിച്ചു. ബന്ദികളുടെ അവശേഷിപ്പുകൾ പൂർണ്ണമായും വീണ്ടെടുത്ത സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കാനുള്ള വഴിയൊരുങ്ങി. നിയന്ത്രിതമായ അളവിലാകും അതിർത്തി തുറക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, ആദ്യഘട്ട വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ അതായത് കൈമാറുക എന്നുള്ളത്. ആ മാനദണ്ഡം പൂർണ്ണമായും പാലിച്ചിരിക്കുന്നുവെന്ന് ഹമാസ് അറിയിക്കുന്നു. അതായത് മേഖലയിൽ ഇനി കൂടുതൽ സമാധാനം അതിവേഗത്തിൽ വീണ്ടെടുക്കാനുള്ള സാധ്യതയാണോ അത് തുറന്നു വയ്ക്കുന്നത്? ഇസ്രായേൽ എന്ത് നിലപാടാണ് വിഷയത്തിൽ സ്വീകരിക്കുന്നത് അബ്ബാസ്? അനിഷ, ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു ദിവസമാണ് ഇന്നെന്ന് പറയേണ്ടി വരും. കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഒരു ടേം ആയിരുന്നു, ഒന്നാം ഘട്ട വെടിനിർത്തലിലെ ടേം ആയിരുന്നു അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പ് കിട്ടുക എന്നുള്ളത്. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. റാൻ ഗിലി എന്ന് പറയുന്നൊരു ഇസ്രായേൽ പോലീസ് ഓഫീസർ, അദ്ദേഹം ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ബന്ദിയാണ്. ആ ബന്ദിയുടെ അവശേഷിപ്പാണ് അവസാനമായിട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്നത്, ഇസ്രായേൽ സൈന്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായതായി IDF അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ പ്രസിഡന്റും അതുപോലെ US പ്രസിഡന്റും ഇക്കാര്യത്തിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US പ്രസിഡന്റ് ഇതിന് വിശേഷിപ്പിച്ചത് ദ ഗ്രേറ്റ് അമേസിംഗ് ജോബ് എന്നുള്ളതാണ്. വളരെ വിസ്മയകരമായ ജോലിയാണ് ഈ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതായി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഒരു ട്വീറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ഈ അവസാനത്തെ ബന്ദിയുടെ ഈ അവശേഷിപ്പ് കിട്ടുന്നത് വരെയുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഇസ്രായേൽ രാജ്യം. അത് ലഭിച്ചിരിക്കുന്നു, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അത് ലഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ഏതായാലും ഈ ഒരു അവശേഷിപ്പ് കൂടി ലഭിച്ചതോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി റഫ അതിർത്തി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബോർഡർ തുറക്കാനുള്ള ഒരു വഴി ഒരുങ്ങി എന്നുള്ളതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ അവസാനത്തെ അവശേഷിപ്പ് കിട്ടുന്നതോടുകൂടി റഫ അതിർത്തി തുറക്കും എന്നാണ് ഇതുവരെ ഇസ്രായേൽ പറഞ്ഞിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഏറെ അഭിമുഖങ്ങളിലും അതുപോലെ ഒരുപാട് ടെലിവിഷൻ അഡ്രസ്സുകളിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി തുറക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഈ റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ ദുഃഖകരമായൊരു സത്യം, ഈ റഫ അതിർത്തി തുറക്കുന്നത് കാൽനട യാത്രക്കാർക്ക് മാത്രമായിരിക്കും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിമിതമായ അളവിൽ മാത്രമാകും റഫ അതിർത്തി തുറക്കപ്പെടുക എന്നുള്ളത്. റഫയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഗസയിൽ നിന്ന് പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഇസ്രായേൽ ഇതര ഒരു ഗേറ്റ് വേ ആണ്, ഒരു എക്സിറ്റാണ്. അത് ഏക എക്സിറ്റാണ് റഫ എന്ന് പറയുന്നത്. അതിന് ജിയോഗ്രഫിക്കലായിട്ട് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അവിടുന്ന് ഗസയിൽ നിന്ന് പരിക്കേറ്റ ആളുകളെ ചികിത്സക്കായി പുറത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ ഗസയിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുക, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് റഫ അതിർത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 മെയ് മുതൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ അടച്ചു വെച്ചതാണ് ഈ റഫ അതിർത്തി എന്ന് പറയുന്നത്. ഈജിപ്തുമായി അതിർത്തി തുറന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള സഹായ വിതരണവും അതുപോലെ മെഡിക്കൽ ഇവാക്വേഷനൊക്കെ നടത്താൻ സാധിക്കൂ. എന്നാൽ പരിമിതമായ അളവിൽ ഇത് തുറക്കാനാണ് നിലവിൽ ഇസ്രായേലിൻ്റെ ശ്രമമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞിട്ടുള്ളതും എന്നുള്ളതാണ് അനീഷ.